അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ എനിക്ക് മക്കൾക്ക് സുഖമാണ്. ഇന്നലെ സ്കൂളിലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വന്നപ്പോൾ രാത്രി 12 മണിയായി. സ്കൂൾ വണ്ടിയിൽ തന്നെയാണ് വന്നത്. ഉമ്മായെയും മക്കളെയും തിരിച്ച് എൻ്റെ കൂട്ടുകാരി ഇങ്ങ് കൊണ്ടുവന്നു. മസ്റൂറാക്ക് സമ്മാനമുണ്ട്, 2 ഫസ്റ്റും 3 തേർഡും, അങ്ങനെ ട്രോഫിയൊക്കെ കിട്ടി. അൽഹംദുലില്ലാ ഒരു വീഡിയോ ആയിട്ട് മോളും കൂടെ എണീച്ചിട്ട് ഇൻഷാ അല്ലാഹ് അങ്ങക്ക് കാണിച്ചു തരാം. ഒരു ചെറിയ മിഠായിരം മുതലാണെങ്കിലും നമുക്ക് കിട്ടുമ്പോൾ, കുട്ടിക്ക് കിട്ടുമ്പോൾ മുഖത്തിൻ്റെ സന്തോഷമില്ലേ, അത് അൽഹംദുലില്ലാ റാഹത്താണ്. ഇന്നിപ്പം ലൈഫ് സ്റ്റോറി അല്ല പറയുന്നത്, മല്ലിമുളക് എന്ന് പറയുന്ന വീഡിയോ രാവിലെ നോട്ടിഫിക്കേഷൻ വന്നു. ആ നോട്ടിഫിക്കേഷനിൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആമിനാത്ത വന്നു. അതിൽ ഞാൻ അൽഹംദുലില്ലാ പറയുന്നു. കാരണം ഒരു ഉമ്മ എന്താണെന്നറിയാം. ഞാൻ മനഃപൂർവ്വം എൻ്റെ ജീവിതം തല്ലിക്കൊഴിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ പറ്റിപ്പോയി. ആദ്യത്തിൽ എനിക്ക് സുരക്ഷിതത്വം കിട്ടിയില്ല. അള്ളാൻ്റെ വിധി ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ മക്കളെ കളഞ്ഞിട്ടില്ല. ഇന്നെനിക്ക് പണിയില്ല, ചോര നീരാക്കിയാണ് ഞാൻ ഇതാക്കുന്നത്. എനിക്ക് 3500 രൂപ വാടക കൊടുക്കാൻ നിവർത്തി ഇല്ലായിരുന്നു. എൻ്റെ മൊത്തം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് എല്ലാവരും കൂടെ എടുത്ത് ബാക്കി കുറച്ച് നഷ്ടപ്പെടാത്ത കുറച്ച് സ്വർണം കൂടെ എടുത്തിട്ടാണ് എനിക്ക് വീട് പണിയുന്നത്. മക്കൾക്ക് കഴിക്കാൻ ഭക്ഷണം ഇല്ലായിരുന്നു. ഞാൻ പൂട്ടിയിട്ടിട്ടാണ് അല്ലാഹു സത്യം ഞാൻ മക്കളെ പോണം. തിരിച്ചു വരുമ്പോൾ ആ മക്കൾ രണ്ടുപേരും അടികൂടി, ശരീരത്ത് മുറിവുകൾ. എന്നെ എത്ര ദിവസം കൊണ്ടിട്ട് പിച്ച് ചീന്തുന്ന, ഞാൻ എൻ്റെ ചാനലിലൂടെ ഒരാളെ പേരും പറഞ്ഞിട്ടില്ല. പിച്ച് ചീന്തുന്ന ഒരു ലൈവും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കണ്ട്. അവർ അത്ര പോലും പ്രായമില്ലാത്ത ഒരു പെണ്ണാണ്. ഞാൻ കളഞ്ഞില്ല മക്കളെ, ആർക്കും കൊണ്ടുവന്ന് കൊടുത്തില്ല, ആരെയൊന്നും ചിലവ് വാങ്ങിയിട്ടില്ല. പിന്നെ ഒരു സാഹചര്യത്തിൽ എൻ്റെ നിന്ന് മേടിച്ച പൈസ എനിക്ക് തിരിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു ഇത് ചെയ്തത്. എന്നാൽ ഞാൻ ഒന്നിന് പോകുന്നതുമില്ല. അവർ പറയും, ഞാൻ പോയി ഒപ്പിട്ട് കൊടുക്കും. മുത്തുമോനിക്ക് 6 വയസ്സ്, മസ്റുമോൾക്ക് അറിയാലോ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, മിച്ചുമോൻ. ചിലവുണ്ട് അമ്മക്ക്. ഞാൻ ആരെയൊന്നും 1 രൂപ സത്യമായിട്ടും പറഞ്ഞു പോലും മേടിച്ചിട്ടില്ല. ഞാൻ ആദ്യം 200 രൂപ വരെ കഷ്ടപ്പാട് നിന്ന് 550 രൂപ പാലെടുപ്പായി. എന്നെ ഈ പിച്ചി ചീന്തുമ്പോഴും ഞാൻ തവക്കൽത്തോലല്ലാ പൊട്ടിക്കരഞ്ഞിട്ട് ആമിനാത്ത വിളിക്കുക. ആമിനാത്ത എനിക്ക് സമാധാനം. എന്നെ ചേർത്ത് പിടിക്കുകയാണ് ആമിനാത്ത. എൻ്റെ ഉമ്മയൊക്കെ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും പൊള്ളിയിട്ട്, ഇന്ന് ആമിന മല്ലിമുളകിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ പൊള്ളിയിട്ടുണ്ടെങ്കിൽ അതുപോലെ എനിക്കൊരു ഉമ്മയും വാപ്പയുണ്ട്. എത്ര ദിവസം കൊണ്ട് പറയുന്നുണ്ട, ഈ സ്ത്രീ ചെയ്യുന്ന വീഡിയോ നീ കണ്ട, ഈ സ്ത്രീ ചെയ്യുന്ന വീഡിയോ കണ്ട, നീ കാണാൻ പോവരുതേ. എൻ്റെ കൂട്ടുകാരികളെല്ലാം പറയും, ആമിനാത്ത നിനക്ക് കയ്യിൽ നിന്ന് ടൈപ്പ് ചെയ്തിട്ട് നീ ക്ഷമിക്കും മോളെ എന്നാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ ജീവിതമാണ് നിങ്ങളിവിടെ പറഞ്ഞത്. എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള പരിചയമാണ് ഇവരെയൊക്കെ. ഞാൻ എല്ലാവരെയും കണ്ണും പൂട്ടി വിശ്വസിക്കും. അങ്ങനെ എൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞ് എനിക്കെന്താ എൻ്റെ ലൈഫ് പറഞ്ഞാൽ ഞാൻ മറന്ന കാര്യമാണ്. ആ ദുരന്തങ്ങൾ മൊത്തം ഞാനൊരു മാനസിക രോഗിയെ പോലെ മറന്ന കാര്യമാണ്. ഞാൻ ആ സമയത്തൊക്കെ ഞാൻ ഇനിയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ ഈ മക്കൾക്കൊപ്പം. വയ്യ, സർജറി കാര്യങ്ങളായിട്ട് ജീവിതത്തിൻ്റെ നല്ല കാലം മൊത്തം അങ്ങനെ പോയി. പിന്നെ ദുഃഖവും പ്രാരാബ്ദവും ഈ തലയിൽ, പിന്നെ അറിയാൻ വയ്യാത്ത പ്രായത്തിലുള്ള പ്രസവങ്ങൾ 4. ഇപ്പം സത്യം പറഞ്ഞ ഒരു പക്വതയുണ്ട്. എനിക്ക് ജീവിക്കാനൊന്നും ഇനി ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു കാര്യത്തിനും എനിക്ക് പറ്റില്ല. കാരണം മക്കൾക്ക് വേണ്ടി ഇപ്പോൾ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, അല്ലാ ഈ മക്കൾ വളരുന്നവരാ എനിക്ക് ആയുസ് നീട്ടിത്തരണേ റഹ്മാനെന്ന്. ഞാനൊരു ഉമ്മയാണ്, 4 മക്കളെ പ്രസവിച്ച ഒരു ഉമ്മയാണ് ഞാൻ. എൻ്റെ വീട്ടിലൊരുണ്ട് ഉമ്മയും വാപ്പയും. ഒരു മോള് ബന്ധം തീർന്ന് അല്ലെങ്കിൽ 2 കെട്ടിച്ച് 3 കെട്ടിച്ച് ആ വാപ്പാൻ്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് അറിയാമോ? ഈ 3 കെട്ടിച്ചപ്പോഴും ആമിനാത്തടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, തലയും കുമ്പിട്ടിട്ടാണ് ഈ ബന്ധം പോയപ്പോഴും ഞാൻ നടന്നത്. എന്നെ കെയർ ചെയ്യാൻ ആരുമില്ല. ഒരു ഉമ്മ കൂട്ടരും അപ്പാ കൂട്ടരും നാട്ടുകാരും ഉള്ളതുകൊണ്ട് ഒരു വീട് വെച്ച് തന്ന് ഒരുങ്ങാത്തതുകൊണ്ടാണ്, ആരെയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാൻ വേണ്ടിയാണ് നിങ്ങളെ മുമ്പ് കൈനീട്ടിയത്. അൽഹംദുലില്ലാ ഈമാനുള്ളവരും അള്ളാഹുവിനെയും ദൈവത്തിനെയൊക്കെ വിശ്വസിക്കുന്നവരൊക്കെ എനിക്ക് തന്നു. അവരൊക്കെ ഇപ്പോഴും എന്നെ കോണ്ടാക്ട് ചെയ്യും, പല രീതിയിൽ തന്നു. വസ്ത്രമായിട്ട് ഞാൻ ഇനിയെങ്കിലും ഒന്ന് എൻ്റെ മക്കളെ കൊണ്ട് വളർത്തിയെടുത്തോട്ടെ. നിങ്ങൾ ആരെയും ഞാൻ ഒന്നും പറയണില്ല, ആർക്കും വേണ്ടി ഞാൻ ഒന്നും ചെയ്യണില്ല. എൻ്റെ ലൈഫാണ് പറയണത്.
പിന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കണ്ണുപൊട്ടൻ എന്നൊരു വാക്ക് ഉദ്ദേശിച്ച ഒരൊറ്റ കാര്യം എന്താണെന്നറിയാമോ? കണ്ണുള്ളവനല്ലേ പീഡനത്തിൻ്റെ കാലമുള്ളൂ. കണ്ണില്ലാത്തത് അതുപോലും മനസ്സിലാക്കാത്ത എന്തൊക്കെയോ നമ്മുടെ വായിൽ നിന്ന് വീഴുമ്പോൾ പിടിക്കാൻ ആ ഒരു ഉദാഹരണമാണ് കൊടുത്തത്. ഞാനല്ലാതെ ഒരാളെൻ്റെ മുമ്പിൽ വന്നിട്ട് ഞാൻ കണ്ണുപൊട്ടൻ എന്ന് വിളിച്ചിട്ടില്ല. കണ്ണില്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പോവാം. എന്താണ് അവൻ കാരണം ഇന്നത്തെ കാലം അങ്ങനത്തെ കാലമാണ്. നമുക്ക് പെമ്മക്കളെ, പ്രത്യേകിച്ച് പെമ്മക്കളെ അത്ര സുരക്ഷിതത്വത്തിൽ നമ്മൾ ഇന്നലെ തന്നെ പരിപാടിക്ക് ഡ്രസ്സ് മാറുന്ന നമ്മളെ പെൺ ടീച്ചേഴ്സ്മാരാണ്. ഇത്തിരി വലിയ കുട്ടികൾ അവരെ രക്ഷാർത്ഥം അത്രയും കെയറിങ്ങിലും കാര്യങ്ങളിലുമാണ് നമ്മളും ചെയ്യുന്നത്. കാരണം നമ്മളെ മക്കൾ, ഈ സമൂഹം എന്ന് പറഞ്ഞാൽ വല്ലാത്ത സമൂഹമാണ്, മനസാക്ഷി കുറവ്. ഞാൻ ഈ സമൂഹത്തിൽ ഞാൻ 2010 SSLC എക്സാം എഴുതുന്നത്. അന്നൊന്നും നമുക്കൊന്നും അറിയില്ല. ഇന്ന് ഞാനൊരു സ്ട്രോങ് ഒരു ആളാണ്. കാരണം എനിക്ക് എന്ത് വന്നാലും, എൻ്റെ ഫാമിലിയിൽ എന്ത് വന്നാലും എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ എന്നെ പിച്ചി ചീന്താൻ വരരുത്. കാരണം എനിക്കുണ്ടൊരു ഉമ്മയും ഉപ്പയും, എനിക്കുണ്ട് 3 മക്കൾ. ഞാൻ 4 മക്കളെ പ്രസവിച്ച ഉമ്മയാണ്. ഒറ്റയ്ക്ക് തുഴയുന്നവർക്കേ അറിയത്തുള്ളൂ. നിങ്ങളാ മക്കൾ ചിലപ്പോൾ വീട്ടിൽ ഇരിക്കുമ്പം ഞാൻ ചോര നീരാക്കുന്ന എന്തെന്നറിയാമോ? എൻ്റെ 3 മുമ്പ് എൻ്റെ കുരുന്നുകളുണ്ട്. എനിക്ക് പഠിപ്പിക്കണം. എൻ്റെ മക്കളെ എൻ്റെ അവസ്ഥ പോലെ ആവരുത്. അസുറായി കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ പറയും, ഉമ്മച്ചീനെ പോലെ ആവരുത്. നീ ഉള്ളത് കൊണ്ടായിരിക്കും, അള്ളാഹു ഒരു പെൺകുഞ്ഞിനെ തന്നത് കൊണ്ടായിരിക്കും നെജില എന്ന് പറയുന്നൊരു വ്യക്തി ഇത്രയും നാൾ ഒരു മാനസിക രോഗി ആവാത്തത്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി നിങ്ങൾ പറഞ്ഞ അത്രയൊക്കെ എൻ്റെ തലയിൽ ആഘാതങ്ങൾ ഏറ്റിട്ടുണ്ട്. ഇപ്പോഴും പോയി എൻ്റെ മനസ്സ് ആ നോമ്പിനെന്നൊക്കെ നിങ്ങൾ പറഞ്ഞ ആ വാക്കിലൊക്കെ എൻ്റെ മനസ്സ് പൊട്ടിക്കറിയണേ. എനിക്ക് എൻ്റെ ഭർത്താക്കന്മാരെ കാര്യത്തിൽ എനിക്ക് ഒരു ദുഷിപ്പ് എനിക്ക് പറയാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയിൽ അവരും ആണുങ്ങളാണ്, അവർക്കും ജീവിക്കണം. ഞാനൊരു ഒഴുക്കം മട്ടിലങ്ങ് പറഞ്ഞു കളഞ്ഞു എന്ന് മാത്രമുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്തത് എന്താണ്? എന്നിൽ നിന്ന് അറിഞ്ഞ കാര്യം, ഞാൻ രഹസ്യമായിട്ട് പറഞ്ഞ കാര്യം സോഷ്യൽ മീഡിയയിൽ വന്ന് പരസ്യമായി മിടുക്കിയായി. എന്തിനാ? നിങ്ങൾ ഒരു ഉമ്മയല്ലേ? നിങ്ങളെ മകളെ കാര്യം ഞാനൊരു കണ്ടന്റ് ഇട്ട് ചെയ്തോ? ഇല്ല. അപ്പോൾ എനിക്ക് ഒരു നിയമത്തിൻ്റെ വഴിക്ക് പോവുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് ഇറങ്ങാം. നിങ്ങളുടെ വീഡിയോസിൽ ഫുള്ള് തെളിവുണ്ട്. എൻ്റെ വീഡിയോസിൽ ഒരു പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മല്ലിമുളകിൽ ആമിനാത്തായും ഷെമീർക്കായും ആദ്യം ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യോ എന്ന് പറഞ്ഞത്. അപ്പോഴെനിക്ക് അന്ന് അങ്ങനെയൊന്നും അറിഞ്ഞില്ല. ഇപ്പം എന്നെക്കുറിച്ചിട്ട് മാത്രം 1 മാസം കൊണ്ടിട്ട് അതിനെ പിന്തുടരാൻ, ഈ പിന്തുടർന്ന് കമൻ്റ് ഇടണവരാരും കാണൂല. ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോയാൽ എൻ്റെ മാനത്തിനാണ് കണക്ക് പറഞ്ഞേക്കുന്നത്. എൻ്റെ മാനത്തിന്, എൻ്റെ 2 ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം ഞാനൊരു ആർക്കും ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ നിങ്ങളത് മുമ്പെടുത്ത് പറഞ്ഞ റീച്ചിന് വേണ്ടിയല്ല. നിങ്ങളിട്ട ആ വീഡിയോയ്ക്ക് എനിക്ക് വന്ന കമൻറ്റുകൾ, നിന്നെ 2 കെട്ടിച്ചാടി, ഒരു പെണ്ണിനും പടച്ചോനെ സത്യമായിട്ട് ഒരു ബന്ധം ഇതായി, 2ാമതൊക്കെ കെട്ടി 3ാമത് കെട്ടി നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്ന നമ്മളിവിടെ നാട്ടിലുണ്ട്. ഒരു പെണ്ണിന് അങ്ങനത്തെ ഒരു സ്റ്റേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ അള്ളാഹ് തന്ന വിധിയാണ്. നിങ്ങളെന്നെ ഉപദേശിക്കാനും നിങ്ങളെന്നെ അല്ലെങ്കിൽ ആമിനാക്ക് തിരുത്തിക്കൂടെ എന്ന് പറഞ്ഞാൽ ആമിന ഒരു ഉമ്മയാണ്, ഒരു പേരക്കുട്ടികളുള്ള ഒരു ഉമ്മാമ്മയാണ്. അപ്പോഴെനിക്ക് ആമിനാത്ത അടുത്ത് പറയുമ്പോൾ ആമിനാത്തയുടെ ലൈവൊക്കെ എൻ്റെ വീട്ടുകാർ കാണുന്നതാണ്. ഒരാളെ കുത്തി നോവിക്കാനല്ല പഠിക്കേണ്ടിയുള്ളത്. അവളെന്തോ കാണിച്ചുകൊണ്ട് പോട്ടെ, അല്ലെങ്കിൽ നെജില എന്തോ കാണിച്ചുകൊണ്ട് പോട്ടെ. ഞാനൊരു ഉമ്മയാണ്. എനിക്ക് എൻ്റെ മക്കൾക്ക് സമൂഹത്തിൽ തലപുയർത്തി നടത്തണം. അല്ലെങ്കിൽ അവൾ അങ്ങനെ പറഞ്ഞു എൻ്റെ വീഡിയോ കുത്തിയിരുന്നിട്ട് ഒരു നോട്ട് എടുത്തിട്ട്, കാരണം ഇന്ന് 2 കണ്ണ്, ഇനി ഞാൻ 4ാമത്തെ ഒരു വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞതാണ്. 2 കണ്ണ് ഇല്ലാത്ത ആളായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എനിക്ക് സുരക്ഷിതമായിട്ട് പോവാം. അതുകൊണ്ട് വിവാഹം വേണ്ട എന്നൊരർത്ഥമാണ് പറഞ്ഞത്. എനിക്ക് ജീവിക്കാൻ ഇനി പറ്റില്ല. എൻ്റെ മക്കൾ ഇത്രയും വലിയ മനസ്സിൽ വന്ന ദുഃഖം, ദുരിതം, ഒരു ബ്ലാക്ക് മാർക്ക്. നിങ്ങൾ എന്നെ 10 ഇടി ഇടിച്ചോ, 10 ചവിട്ടിക്കോ, കുഴപ്പമില്ല. എൻ്റെ മനസ്സ് മാത്രം കുത്തി നോവിക്കരുത്. അതുകൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയ തുറന്നാൽ കുറച്ച് നല്ല വീഡിയോസ് മാത്രം കാണും. ഉസ്താക്കന്മാരെ അറിവ്, പിന്നെ ഒരുപാട്, പിന്നെ മല്ലിമുളക് ചാനൽ, ആരെക്കുറിച്ച് ഈബത്ത് പറയാത്തൊരു ചാനലാണ്.
പക്ഷെ ഇന്ന് 2 ദിവസത്തെ വീഡിയോ എനിക്ക് വേണ്ടി ആമിനാത്ത സംസാരിച്ചുകൊണ്ട് എൻ്റെ ഒരു ഉമ്മയായിട്ട് കൂടെ പറയായിട്ട് ആമിനാത്ത അടുത്ത് പറയാം, നിങ്ങളാണ് യഥാർത്ഥ ഒരു ഉമ്മ. ഞാനും ഒരു മക്കളെ വളർത്തുന്നുണ്ട്. നമ്മൾക്ക് നല്ലതാണ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടിയുള്ളത്. ചുട്ടയിലെ ശീലം ചുടല വരെയെന്നാണ്. അതുകൊണ്ട് ബന്ധം തീർന്നിരിക്കുന്ന സ്ത്രീകളടുത്തും ഇത്താമാരുടെ അടുത്തൊക്കെ പറയുന്നത് വെച്ചാൽ കഴിവതും മക്കളെ നോക്കി സുരക്ഷിതമായി നോക്കി ജീവിക്കുക. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, എന്തെങ്കിലും നിങ്ങൾക്ക് നിവർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇതിനുള്ള സോഷ്യൽ മീഡിയയിൽ ചാരിറ്റിയൊക്കെ ചെയ്യുന്ന ആളുണ്ട്, അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതാക്കുക. ഇൻഷാ അല്ലാ എൻ്റെ അടുത്ത് പറഞ്ഞ് നിൻ്റെ വരുമാനത്തിൽ നിന്ന് എൻ്റെ വരുമാനത്തിൽ നിന്ന് കൊടുത്ത് ഒരു വിഹിതം 10,000 രൂപയോളം ഹദിയ കൊടുത്തിട്ടുണ്ട്. 10,000 എന്ന് പറഞ്ഞാൽ 1000 കൊടുത്തിട്ടുണ്ട്, 400 കൊടുത്തു, പിന്നെ ഒരു 3,500 കൊടുത്തു. 10,000 അല്ല കൊടുത്തത്, ആകെ അത്ര രൂപയെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ അത് ഇനി എക്സ്പ്ലനേഷൻ ചെയ്യണം. എനിക്ക് എൻ്റെ കൂട്ടുകാരിയേക്കും എല്ലാവർക്കും ഒരു വിഹിതം കൊടുത്തു, പാവപ്പെട്ടവർക്കൊരു വിഹിതം കൊടുത്തു, എൻ്റെ ഉമ്മയ്ക്ക് ഒരു വിഹിതം കൊടുത്തു. അത് എത്രയാണെന്ന് പറയുന്നില്ല. അൽഹംദുലില്ലാ ഞാൻ ഒരേ നിയ്യത്തിൽ കൊടുത്തതാണ്. അത് അള്ളാഹു ഹൈറാക്കി കൊടുക്കട്ടെ. അത് ഒരു കാര്യമുണ്ട്, ഏണിങ്സിൽ നിന്ന് എടുത്തിട്ട് എനിക്കൊരു നിയ്യത്തുണ്ടായിരുന്നു, അത് ഏണിങ്സിൽ നിന്ന് എടുത്ത് കൊടുത്തതല്ല, അത് എൻ്റെ ശമ്പളത്തിൽ നിന്ന് കുറച്ച് പൈസ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് കൊടുത്തത്. പിന്നെ ഉമ്മാക്ക് കടബാധ്യത തീർക്കാൻ ആണ് കൊടുത്തത്. അതുകൊണ്ട് നമ്മൾ കഴിക്കാനൊന്നും പൈസ എടുത്തിട്ടില്ല. എനിക്ക് കിട്ടിയ ഏണിങ്സ് ഞാൻ നിങ്ങളുടെ അടുത്ത് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിച്ചി ചീത്താൽ വരും. രാവിലെ കണ്ണൊക്കെ കലങ്ങി. ആമിനാത്തൻ്റെ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ കണ്ണും എൻ്റെ ഹൃദയവും പൊടിഞ്ഞു. കാരണം എനിക്ക് മക്കളെ വളർത്തണം. ബന്ധം തീർന്നു നിന്നെന്ന് പറഞ്ഞാൽ ആ സ്ത്രീക്ക് വളർത്താൻ അങ്ങനെയൊന്നുമില്ല. സ്ത്രീകളെ ഒരുപാട് തൊഴിൽ മേഖലകളുണ്ടെന്ന്. മക്കളുള്ളതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റൂല. അതുകൊണ്ട് ഒരു പെണ്ണിനും പഠിച്ചൊന്നെ ഈ ഗതി വരാതിരിക്കട്ടെ. ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ പഠിക്കണം. എന്തെങ്കിലും നാളെ ജീവിതത്തിൽ അള്ളാഹു എന്ത് തീരുമാനമൊന്നും നമുക്കറിയില്ല. എടുത്തെങ്കിലും എൻ്റെ മക്കൾക്ക് ആരെയും മുമ്പ് കൈ നീട്ടാതെ ജീവിക്കണം. പടച്ചോനെ ഓർത്ത് GPay നമ്പരൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ആരും ഒരു രൂപയും എന്നെ പേഴ്സണലി ബന്ധപ്പെട്ടിട്ട് എനിക്ക് എൻ്റെ കുട്ടിയൊക്കെ എന്തെങ്കിലും കൊടുക്കണമെങ്കിലും ഓക്കെ, എൻ്റെ പടച്ചോനെ ഓർത്തിട്ട് എൻ്റെ പിച്ച് ചീന്താനായിട്ട് ആരും എനിക്ക് തന്നിട്ടില്ല. എനിക്ക് ഈ വീടിന് വേണ്ടി തന്നതാ. അതുകൊണ്ട് വാടക കൊടുക്കാതെ സമാധാനമായിട്ട് എൻ്റെ ഉമ്മയും ഉപ്പേര് കണ്ട് ഇനിയുള്ള കാലമെങ്കിലും ഞാൻ ജീവിച്ചോട്ടെ. അസ്സലാമു അലൈക്കും.